CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വേലൂരിൽ ഗൃഹനാഥൻ കടന്നൽ കുത്തേറ്റു മരിച്ചു. വല്ലൂരാൻ വീട്ടിൽ പൗലോസ് മകൻ 52 വയസ്സുള്ള ഷാജുവാണ് മരിച്ചത്. കർഷകനായ ഷാജുവിനെ കൃഷിത്തോട്ടത്തിൽ വെച്ചാണ് കടന്നൽ കുത്തേറ്റത്. സംസ്കാരം നടത്തി. അരിയന്നൂരിൽ വീടിന് തീപിടിച്ചു. മമ്മസറായിലത്ത് ആയിഷയുടെ വീടിനാണ് തീപിടിച്ചത്. വീടിനോട് ചേർന്നുള്ള അടുക്കളയിൽ നിന്നാണ് തീ പടർന്നത്. തീയണയ്ക്കാനുള്ള ശ്രമത്തിനിടയിൽ ആയിഷയുടെ ഇരുകൈകൾക്കും പൊള്ളലേറ്റു. പെരുമ്പടപ്പിൽ വൻ ലഹരിവേട്ട. 20,000-ഓളം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി പാലപ്പെട്ടി സ്വദേശി അമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പോർക്കുളം പഞ്ചായത്തിലെ 7-ാം വാർഡ് അക്കിക്കാവിലെ സെന്റ് ജോർജ് റോഡ് നിവാസികൾക്ക് പുതുവർഷത്തിൽ ആഹ്ലാദം സമ്മാനിച്ച് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കോട്ടോലിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ആടുകൾ ചത്തു. വടക്കേക്കോട്ടോൽ കണ്ടിരുത്തി വീട്ടിൽ ബാലന്റെ ആടുകളെയാണ് തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചൂണ്ടൽ യൂണിറ്റ് കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ ചൂണ്ടൽ ലേഡി ഇമാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങൾ വിതരണം ചെയ്തു. കടവല്ലൂർ കൊള്ളഞ്ചേരി പാടശേഖരത്തിൽ സംസ്ഥാന പാതയോട് ചേർന്ന ഭാഗത്ത് ശുചിമുറി മാലിന്യവും പ്ലാസ്റ്റിക്കും തള്ളുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് 100 കർഷകർ ഒപ്പിട്ട പരാതി കളക്ടർക്കു നൽകി. തിരുവാതിര വാണ്യത്തിന് മുന്നോടിയായി കാട്ടാക്കമ്പാൽ ചിറക്കൽ സെന്ററിൽ ഒരുക്കിയ ബാനറിൽ ചിത്രകാരന്മാർ ചിത്രങ്ങൾ വരച്ചു. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മുക്കിലപ്പിടിക മഹാത്മാ ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 2ാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനുള്ള സംഘാടക സമിതി യോഗം ചേർന്നു. നവീകരണം നടത്തിയ പുന്നിയൂർ പഞ്ചായത്ത് 4-ാം വാർഡിലെ 44-ാം നമ്പർ അങ്കണവാടി റോഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ നാടിന് സമർപ്പിച്ചു. കുന്നംകുളം നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭാ പരിധിയിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വടക്കേക്കോട്ടൊല്ലിലെ കുന്നിൽ നടക്കുന്ന മണ്ണെടുപ്പ് തടയുന്നതിനായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. പനന്തറ നാക്കോല റോഡിൽ മാലിന്യം തള്ളിയ ഹോട്ടലുടമയെ നാട്ടുകാരുടെ സഹായത്തോടെ കൈയോടെ പിടികൂടി. ആൽത്തറ പൊഴിക്കള അമ്മ ഹോട്ടലുടമ അനിൽകുമാറിനെയാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ശനിയാഴ്ച വേട്ടക്കരൻ പാട്ട് നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുണ്ടത്തിക്കോട് കല്ലടി ശ്രീ പൂർണ്ണ പുഷ്കല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഭക്തിസാന്ദ്രമായി. കേരള കർഷക സംഘം പുന്നയൂർക്കുളം വെസ്റ്റ് മേഖലാ കൺവെൻഷൻ നടത്തി. പോർക്കുളം പഞ്ചായത്തിലെ വെസ്റ്റ് മങ്ങാട് വായനശാല കരുവാൻപടി അങ്ങാടി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. വൈലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് പുതുവത്സരാഘോഷം നടത്തി. മുണ്ടത്തിക്കോട് സ്നേഹക്കൂടാരം കലാകായിക സാംസ്കാരിക വേദി 3-ാം വാർഷികവും പുതുവത്സരാഘോഷവും നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.